കിഷ്ത്വാർ ജില്ലയിലെ ചോസ്തി ഗ്രാമത്തിലാണ് ഇന്ന് ഉച്ചയോടെ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ ഈ ചോസ്തി ഗ്രാമത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സാമൂഹിക അടുക്കള ഒലിച്ചുപോയി. അതിനകത്തുണ്ടായിരുന്നവരുടെ മൃതശരീരമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ മരണസംഖ്യ ഒരുപക്ഷെ ഇനിയും വർദ്ധിച്ചേക്കാം എന്നുള്ള ഒരു വിവരമാണ്, ഒരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രധാനമായിട്ടും 20-ലധികം ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട്. ഒപ്പം തന്നെ ചെനാബ് നദീതീരത്തും ഒപ്പം ഈ ചോസ്തി മേഖലയിൽ തന്നെ താഴ്ന്ന ഇടങ്ങളിൽ വീടുകളിലേക്ക് വെള്ളവും ചളിയും കയറിയിട്ടുണ്ട്. മരക്കഷ്ണങ്ങൾ കുത്തിയൊലിച്ച് വന്ന് ഇടിച്ചു കയറിയിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടു പോയിട്ടുണ്ട്, മുങ്ങിപ്പോയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ആളുകൾ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, രക്ഷാപ്രവർത്തനം അതിവേഗമൊന്നും അവിടെ നടത്താനായിട്ട് കഴിയുന്നില്ല. കാലാവസ്ഥ തന്നെയാണ് പ്രതികൂലമായി നിൽക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ അവിടെ SDRFിൻ്റെയും സൈന്യത്തിൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സംഘങ്ങളെത്തി ഒറ്റപ്പെട്ട ആളുകളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഘവിസ്ഫോടനം ഉണ്ടായ ഇടം അതൊരു പ്രധാനപ്പെട്ട തീർത്ഥാടന യാത്ര പോകുന്ന സ്ഥലമാണ്. അവിടേക്ക് ഒരുപാട് തീർത്ഥാടകർ വന്നിരുന്നു. ആ തീർത്ഥാടന കാലം കൂടിയാണ്. 200 മുതൽ 300-നടുത്ത ആളുകൾ വരെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ പിന്നീട് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും പല പാലങ്ങളും റോഡുകളും തകർന്നും ഒലിച്ചും ഒക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുഴകൾക്ക് കുറുകെ മരത്തിൻ്റെ തടികളിട്ട് അതിലൂടെ വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും നടത്തിക്കൊണ്ടുവന്നാണ് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം വലിയ തോതിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ പുറത്തു നിന്നുള്ള പ്രത്യേകിച്ചും 2 NDRFിൻ്റെ സംഘങ്ങൾ, 180 അംഗങ്ങളുള്ള 2 സംഘങ്ങൾ ഈ സ്ഥലത്തേക്ക് പുറപ്പെട്ടിരുന്നു. പക്ഷേ ഈ ചോസ്തിയിൽ തന്നെ മേഘവിസ്ഫോടനം ഉണ്ടായ ആ സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതിന് കാരണം റോഡുകൾ തകർന്നതാണ്. ഒരു ഗതാഗത യോഗ്യമായിട്ടുള്ള പാതകളില്ല. ഒപ്പം തന്നെ കാലാവസ്ഥ മോശമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ വ്യോമഗതാഗതത്തിൽ, അതായത് ഹെലികോപ്റ്റർ സർവീസുകളടക്കം ഇപ്പോൾ നടത്താൻ സാധിക്കുന്നില്ല. അടുത്ത 4 മണിക്കൂർ വലിയ രീതിയിൽ മഴയുണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രിയോടെ ഒരു പക്ഷേ മഴ മാറി നിന്ന് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം, ഒപ്പം തന്നെ ഉപകരണങ്ങളും രക്ഷാപ്രവർത്തകരെയും ഈ ചോസ്തി മേഖലയിലേക്ക് എത്തുന്നത് വളരെ വേഗത്തിലാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് മന്ദഗതിയിലാണ്. അത് കാലാവസ്ഥ തന്നെയാണ് പ്രതികൂലമായി നിൽക്കുന്നത്. ജമ്മുവിൽ തന്നെ ഗന്ദർബൽ ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലും കനത്ത മഴ നിൽക്കുന്നുണ്ട്. ചെനാബ് നദീ തീരത്ത് വലിയ പ്രശ്നമുണ്ട്. താഴ്ന്ന ഇടങ്ങളിലേക്ക് വെള്ളം കുത്തിയൊലിച്ച് വരികയാണ്. അതുകൊണ്ട് ആളുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്, കൃത്യമായി സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകണമെന്നും. എന്തായാലും മരണനിരക്ക് വർദ്ധിക്കുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഈ കിസ്ത്വാറിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത്.